അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു യൂട്യൂബ് വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഞാനിത് ലാപ്ടോപ്പിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അത് ഡെസ്ക്ടോപ്പ് മോഡിലാക്കിയിട്ട് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇതിൽ അപ്ലോഡ് വീഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ സെലക്ട് ഫയൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഗാലറിയിൽ നിന്ന് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് വീഡിയോ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്ലോഡ് ആകുന്നുണ്ട്. ഇത് അപ്ലോഡ് ആകുന്ന ടൈമിൽ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. ഈ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് നമ്മുടെ മറ്റ് വീഡിയോസിൻ്റെ ലിങ്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഹാഷ്ടാഗും കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഉള്ളത് തംബ്നെയിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്ലോഡ് തംബ്നെയിൽ എന്നുള്ളിടത്ത് നമുക്ക് ഗാലറിയിൽ നിന്ന് കസ്റ്റം തംബ്നെയിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഉള്ളത് ഓട്ടോ ജനറേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇതിൽ നമ്മുടെ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഈ രീതിയിൽ നമുക്ക് തംബ്നെയിലായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ടെസ്റ്റ് ആൻഡ് കമ്പയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് രണ്ട് തംബ്നെയിൽ ആഡ് ചെയ്ത ശേഷം അത് കമ്പയർ ചെയ്ത് ഏതാണ് ബെറ്റർ എന്നുള്ളത് ഇവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ താഴെയായിട്ടുള്ളത് പ്ലേലിസ്റ്റ് ആണ്. അപ്പോൾ പ്ലേലിസ്റ്റിൽ നമുക്ക് ഈ വീഡിയോ ആഡ് ചെയ്യാവുന്നതാണ്. പ്ലേലിസ്റ്റ് ഇല്ലെങ്കിൽ ഇവിടെ ക്രിയേറ്റ് പ്ലേലിസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് നമുക്ക് പുതിയൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ദിസ് വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അപ്പോൾ കിഡ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ ഇവിടെ നോ കൊടുക്കുക. ഇനി ഷോ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ കുറച്ചുകൂടി ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ടോ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ വല്ലതും വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യണം. പിന്നെ ഇവിടെ ഉള്ളത് ആൾട്ടറേഡ് കണ്ടന്റ് ആണ്. അതായത് നമ്മൾ AI വോയിസോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ യെസ് കൊടുക്കണം. പിന്നെ ഇവിടെ ഉള്ളത് ഓട്ടോമാറ്റിക് ചാപ്റ്റേഴ്സ് ആണ്. നമ്മുടെ വീഡിയോയിൽ ചാപ്റ്റേഴ്സ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് ആഡ് ചെയ്യുന്നതാണ്. വീഡിയോയുടെ ഭാഗങ്ങൾ ചാപ്റ്റേഴ്സ് ആയിട്ട് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. പിന്നെ ഇവിടെ അലോ ഓട്ടോമാറ്റിക് പ്ലേസസ് ആണ്. അപ്പോൾ നമ്മുടെ പ്ലേസ് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആകും. അപ്പോൾ അതും ആവശ്യമെങ്കിൽ കൊടുക്കുക. പിന്നെ ഇവിടെ ഉള്ളത് ഓട്ടോമാറ്റിക് കൺസെപ്റ്റ്സ് ആണ്. നമ്മുടെ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് അലോ ആകുന്നതാണ്. നമ്മുടെ ആവശ്യമനുസരിച്ച് ഇതെല്ലാം എനേബിൾ ചെയ്യുകയോ ഡിസേബിൾ ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. പിന്നെ ഇവിടെ ഉള്ളത് ടാഗിൻ്റെ ഓപ്ഷനാണ്. നമ്മുടെ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ടാഗ്സ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. കീവേഡ്സ് അതുപോലെ തന്നെ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കീവേഡായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ആവശ്യമെങ്കിൽ ലാംഗ്വേജ് ആഡ് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് വീഡിയോ ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ അലോ എംബഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. നമ്മുടെ വീഡിയോ വെബ്സൈറ്റിലൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. മറ്റുള്ളവർക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് ആവശ്യമെങ്കിൽ കൊടുക്കുക. പിന്നെ ഇവിടെ പബ്ലിഷ് ടു സബ്സ്ക്രിപ്ഷൻ ഫീഡ് ആൻഡ് നോട്ടിഫൈ ടു സബ്സ്ക്രൈബേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് എനേബിൾ ചെയ്യണം. പിന്നെ ഇവിടെ നമ്മുടെ വീഡിയോ ഷോർട്സ് ആയിട്ട് മറ്റുള്ളവർക്ക് റീമിക്സ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതും ആവശ്യമെങ്കിൽ അലോ ചെയ്യുക, അല്ലെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കുക. പിന്നെ ഇവിടെ നമുക്ക് കമൻറ്റ്സ് ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. താഴെയായിട്ട് ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ എന്ന് കാണാം. അപ്പോൾ ഇത് എനേബിൾ ചെയ്ത് നമുക്ക് ലൈക്സ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ടൈറ്റിലിൻ്റെ അവിടെ ആയിട്ട് റീയൂസ് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസിൻ്റെ അതേ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗും ഒക്കെ ഈ റീയൂസ് ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമുക്ക് ഈ വീഡിയോയ്ക്കും ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ വീഡിയോ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതിൽ നമുക്ക് സബ് ടൈറ്റിലുണ്ട്. സബ് ടൈറ്റിൽ നമുക്ക് ആവശ്യമെങ്കിൽ ആഡ് ചെയ്യാം, ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാം. പിന്നുള്ളത് എൻഡ് സ്ക്രീനാണ്. അപ്പോൾ നമ്മുടെ മറ്റ് വീഡിയോസ് എൻഡ് സ്ക്രീനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് വീഡിയോയുടെ ലിങ്കോ അല്ലെ ചാനലിൻ്റെ ലിങ്കോ ഒക്കെ ആഡ് കാർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇവിടെ പിന്നെ ചെക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതിവിടെ കാണാൻ സാധിക്കും. കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ മാത്രം വീഡിയോ പബ്ലിഷ് ചെയ്യുക. പിന്നെ ഇവിടെ ഉള്ളത് വിസിബിലിറ്റി ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയെങ്കിലും നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ആ വീഡിയോ പ്രൈവറ്റ് ആക്കാം, അതല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആക്കാം, അതല്ലെങ്കിൽ നമുക്ക് പബ്ലിക്കലി ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. താഴെയായിട്ട് സ്കെഡ്യൂൾ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ വീഡിയോ എപ്പോഴാണോ പബ്ലിഷ് ചെയ്യേണ്ടത് ആ സമയത്തേക്ക് നമുക്ക് ഇവിടെ സ്കെഡ്യൂൾ ചെയ്ത് വെക്കാം. ഈ വീഡിയോ ഇപ്പോൾ തന്നെ പബ്ലിഷ് ചെയ്യാനായിട്ട് പബ്ലിക് എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.